കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. അപ്പം നമ്മൾ ഇന്നലെ 18 ചൊല്ലി നിർത്തി. അപ്പോൾ നമുക്ക് 19 ഇനി ഇതിലധികം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ് ഈ 19 തൊട്ട് എല്ലാവർക്കും വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളത് കേട്ടോ. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത നമസ്തസ്യൈ 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 നമോ നമഃ. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ സർവഭൂതേഷു യാ ദേവി വിഷ്ണുമായ ഇതി ശബ്ദിത, എല്ലാ സർവജീവജാലങ്ങളിലും വിഷ്ണുമായാരൂപേണ കുടികൊള്ളുന്ന ദേവിക്ക് നമസ്കാരം അല്ലേ. ഈ സർവജീവജാലങ്ങളുടെ ഉള്ളിലും മായയായിട്ട് വർത്തിക്കുന്ന ആളാണ് വിഷ്ണുമായ അല്ലേ. അങ്ങനത്തെ ദേവിക്ക് നമസ്കാരം. ഇനി ഒരു കാര്യമുണ്ടേ, എന്താ അറിയോ, നമസ്തസ്യൈ 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 നമോ നമ എന്ന് 5 പ്രാവശ്യം ഉണ്ടല്ലോ. നോക്കൂ, 3 പ്രാവശ്യം തസ്യൈ നമ തസ്യൈ നമ തസ്യൈ നമ എന്ന്, പിന്നെ തസ്യ ഇല്ലാതെ 2 നമാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വരിയിൽ എല്ലാറ്റിലും രണ്ടാമത്തെ 3ഉം 4ഉം എന്താ വെച്ചാൽ പറയാം, 3ഉം 4ഉം വരിയിൽ 5 പ്രാവശ്യം നമ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനൊരു ഒരു ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ നോക്കൂ, ഈച്ച് വൺ ഇപ്പോൾ മായാശക്തി 3 തരാണ്. എന്താണ്? ഒന്ന് ജ്ഞാനശക്തി, അതായത് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ. പിന്നെയോ വിക്ഷേപശക്തി, വിക്ഷേപം അതായത് പ്രൊജക്ഷൻ. പിന്നെ ആവരണശക്തി. മായയ്ക്ക് ശരിക്കും പറയാച്ചാൽ 3 ശക്തി, അങ്ങനെയല്ല പറയണ്ടേ. മായനെ നമ്മളത് ഭാഗവതത്തിലൊക്കെ നമ്മൾ പറഞ്ഞുല്ലോ. മായയ്ക്ക് ശരിക്കും 2 തരത്തിലുള്ള രൂപം എന്ന് പറയാം. ഒന്ന് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ, ഒന്ന് അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ. ഈ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയെ തന്നെ എന്താ അറിയോ, ആവരണമുണ്ട്, വിക്ഷേപമുണ്ട്. അതാണ് ആ മായയുടെ ആവരണം വിക്ഷേപമാണ് നമ്മളെ എന്ത് ചെയ്യണത്, ശരിക്കുള്ള ആത്മാവിനെ, നമ്മൾ ആത്മാവാണെന്ന്, ശരിക്കുള്ള ആത്മാവാണ് ഞാൻ എന്നങ്ങോട്ട് ആവരണം ചെയ്യും, അത് മറയ്ക്കും. എന്നിട്ട് ശരിയല്ലാത്തൊരു കാര്യമാണ് അവിടെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാണ്. അതായത് നമ്മളെ ഞാൻ ആത്മാവാണെന്ന് മറപ്പിച്ചിട്ട്, അതായത് നമ്മൾ മറക്കും. എന്താ വെച്ചാൽ അതിനെ നമ്മളെ കാണാൻ സമ്മതിക്കില്ല, ആവരണം ചെയ്യും. ശരിക്കും നമ്മൾ ആത്മാവാണ്, പക്ഷെ അതിനെ നമ്മൾ ആത്മാവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ആത്മാവിനെ ആവരണം ചെയ്തിട്ട് ശരിയല്ലാത്ത ഈ ദേഹമാണ് ഞാൻ എന്ന് നമ്മളെ വിശ്വസിപ്പിക്കണ ശക്തിയാണ് വിക്ഷേപശക്തി. ആവരണശക്തി ആ സത്യത്തിനെ ആവരണം ചെയ്യുന്നു, എന്നിട്ട് മിഥ്യയായിട്ടുള്ളതിനെ സത്യമാണെന്ന് തോന്നിക്കുന്നു, അതായത് പ്രൊജക്റ്റ് ചെയ്യാണ്. അപ്പോൾ ആ 3 ശക്തിയാണ് ഇവിടെ നമസ്തസ്യൈ 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 എന്ന് പറഞ്ഞാൽ. ഒന്ന് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ, അതായത് ജ്ഞാനസ്വരൂപിണിയായിട്ടുള്ള മായ. അതായത് മായയുടെ അപ്പുറത്ത് കടന്നാൽ പിന്നെ ആ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ ഉണ്ടെങ്കിൽ നമുക്ക് മായയുടെ ഉള്ളിൽ തന്നെ ഇരിക്കാച്ചാലും ജ്ഞാനം ഉണ്ടെങ്കിൽ നമ്മൾ ബോഡിയാണെന്നുള്ള വിചാരം ഉണ്ടാവില്ല. അതാണല്ലോ അപ്പോൾ ഈ ജീവൻ മുക്തന്മാർക്കൊക്കെ ജ്ഞാനസ്വരൂപിണിയായിട്ടുള്ള മായയുടെ ഉള്ളിൽ അവരിയ്ക്കണത്. അവർക്ക് മായയുടെ ഉള്ളിലാണെങ്കിലും ഞാൻ ആത്മാവാണ് എന്ന് അനുഭവമുണ്ട്. അപ്പം അവർക്ക് ഈ ദേഹം അനുഭവിക്കണ ഒരു ദുഃഖവും വിഷമവും വേദനയും ഒന്നും അനുഭവിക്കണ്ട. അപ്പം ജ്ഞാനസ്വരൂപിണി ഉണ്ട് മായയിൽ. പക്ഷേ നമ്മൾക്ക് സാധാരണ മായാമോഹിതരാവണവരൊക്കെ ഈ വിക്ഷേപശക്തിക്കും ആവരണശക്തിക്കും അടിമപ്പെട്ടവരാണ്. അപ്പം ആ 3 തരം ശക്തിക്കും നമസ്കാരം എന്നാണ് ഇവിടെ പറയണത് കേട്ടോ. ജ്ഞാനശക്തി ആദ്യത്തെ നമസ്തസ്യൈ ജ്ഞാനസ്വരൂപിണിയായിട്ടുള്ള മായയ്ക്ക് നമസ്കാരം, അതായത് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയ്ക്ക് നമസ്കാരം. പിന്നത്തെ 2 ആവരണശക്തി രൂപിണിയായിട്ടുള്ള മായയ്ക്ക് നമസ്കാരം. പിന്നെ വിക്ഷേപശക്തിയായിട്ടുള്ള മായയ്ക്ക് നമസ്കാരം. അതും വേണേ നമ്മൾ ആവരണശക്തിയായിട്ടുള്ള മായയും വിക്ഷേപശക്തിയായിട്ടുള്ള മായയും നമസ്കരിച്ചിട്ട് വേണം നമുക്ക് ആ മായയ്ക്ക് അപ്പുറത്ത് പോയി ജ്ഞാനത്തിലെത്താൻ. എന്നിട്ട് ആ ജ്ഞാനസ്വരൂപിണിയായിട്ടുള്ള മായയിൽ നമ്മൾ ഈ ദേഹം
ഉപേക്ഷിക്കണവരെ ഇരിക്കാം, അല്ലെങ്കിൽ പ്രാരബ്ധകർമ്മം കഴിഞ്ഞ് ദേഹം വീഴുന്നവരെ ഇരിക്കാം. പിന്നെ നമ്മൾ ശരിക്കും ജ്ഞാനം തന്നെ ആയിത്തീരും. അതായത് പിന്നെ നമുക്ക് തിരിച്ചു വരണ്ടല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ ഓരോ ശ്ലോകത്തിലും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വിഷ്ണുമായേതി ശബ്ദിത, വിഷ്ണുമായയ്ക്ക് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമസ്തസി 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 നമോ നമ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആദ്യത്തെ പിന്നെ എന്താണ് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയ്ക്ക് നമസ്കാരം, വിക്ഷേപരൂപിണിക്ക്, ആവരണരൂപിണിക്ക്. പിന്നെ 2 നമയും കൂടി ഉണ്ട്. അതെന്താ അറിയോ? ഒരു നമ ഈ ഗുണങ്ങളൊക്കെ ഈക്വിലിബ്രിയത്തിൽ, അതായത് ഭഗവാൻ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ മായ നിശബ്ദ ശാന്തമായിട്ട് ത്രിഗുണങ്ങളെല്ലാം സമാസമായിട്ട് നിൽക്കും. ആ സമാസമായിട്ട് നിന്നിട്ട് ഭഗവാന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണ മായയാണ് 4ാമത്തെ നമാന്ന്. പിന്നെയോ 5ാമത്തെ നമ നിർഗുണസ്വരൂപിണി, ഗുണങ്ങൾക്ക് മുഴുവൻ അതീതയായ ദേവിക്ക് നമസ്കാരം എന്നാണ്. അതായത് ഗുണങ്ങൾക്ക് നിർഗുണസ്വരൂപിണിയാണ് 5ാമത്തെ കേട്ടോ. മറ്റത് ഗുണമുണ്ട്, പക്ഷെ സാമ്യാവസ്ഥയിലാണ്. സത്വരജസ്തമോ ഗുണങ്ങൾ ഈക്വലിബ്രിയത്തിലാണ്. അതാണ് 4ാമത്തെ. അപ്പോൾ ഈച്ച് ശ്ലോകത്തിലും ഇതുപോലെ നമുക്ക് ഇനി വരുന്നുണ്ട് കേട്ടോ. നമസ്തസേ 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 നമോ നമാന്ന്. അപ്പോൾ 5 നമ. ആദ്യത്തെ 3 ഇതിൽ വിഷ്ണുമായെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ 3 വിദ്യാസ്വരൂപിണിക്ക്, വിക്ഷേപരൂപിണിക്ക്, ആവരണരൂപിണിക്ക്. പിന്നെ സാമ്യാവസ്ഥയിൽ ഉള്ള ആ മൂലപ്രകൃതി ആയ മായയ്ക്ക് നമസ്കാരം. പിന്നെ നിർഗുണസ്വരൂപിണിയായ മായയ്ക്ക് നമസ്കാരം. അതാണ് ഇതിൽ പറഞ്ഞത്. യാ ദേവി സർവഭൂതേഷു. അപ്പോൾ വെറുതെ നമ്മൾ 5 പ്രാവശ്യം പറയല്ല നമോ നമാന്ന്. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത നമസ്തസ്യൈ 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 നമോ നമ. അതാണ് തസ്യൈ നമ. അതായത് മായ നിന്തിരുവടിയുടെ അല്ലെങ്കിൽ ഭവതിയുടെ വിദ്യാരൂപിണിക്ക് നമസ്കാരം, ഭവതിയുടെ വിക്ഷേപം ആയിട്ടുള്ള ആസ്പെക്റ്റിന് നമസ്കാരം, ഭവതിയുടെ ആവരണം എന്നുള്ള ആസ്പെക്റ്റിന് നമസ്കാരം. പിന്നെ സാമ്യാവസ്ഥയിൽ ഇത് 3 ഈക്വലായിട്ട് 3 ഗുണങ്ങൾ നിൽക്കുന്ന അവസ്ഥയിലത്തെ ദേവിക്ക് നമസ്കാരം. പിന്നെ നിർഗുണസ്വരൂപിണി. വളരെ നല്ല രസമുണ്ടല്ലേ. ഇനി 20. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. പിന്നെ എല്ലാ ജീവജാലങ്ങളിലും ശക്തിരൂപേണ വാണരുളുന്ന ദേവിക്ക് നമസ്കാരം. ശക്തി അതേ 3 തരത്തിലുണ്ട്. എന്താ അറിയോ? ശ്രീപാർവതി, ഭഗവതി, സരസ്വതി. അതായത് ശ്രീപാർവതിയും ഭഗവതിയും സരസ്വതിയൊക്കെ സാത്വിക ശക്തിയാണ്. പിന്നെയോ അങ്ങനെയുള്ള പിന്നെയോ കുറച്ച് രൗദ്രമായിട്ട് രാജസം, അതായത് മഹാലക്ഷ്മിയൊക്കെ നമുക്ക് രാജസോ രജോ ഗുണശക്തിയാണ്, രാജശക്തി രൂപിണിയാണ് മഹാലക്ഷ്മി എന്ന് നമ്മൾ പറഞ്ഞുല്ലോ, മഹിഷാസുരനെ കൊന്നാനൊക്കെ. അപ്പോൾ സാത്വിക രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. അത് സാത്വിക രൂപത്തിൽ സാധാരണ പറയുക ശ്രീ ഭഗവതി, ശ്രീ പാർവതി, ശ്രീ സരസ്വതിയാണ് പറയുക കേട്ടോ. അതായത് ശരിക്കിപ്പോൾ മഹാലക്ഷ്മിനെ വളരെ സൗമ്യമായിട്ടിരിക്കുന്നതാണെങ്കിൽ സാത്വികമായിട്ടാണ് പറയുക. അതുകൊണ്ടാണ് ശ്രീ പാർവതിയും ശ്രീ ഭഗവതിയും പിന്നെ ശ്രീ സരസ്വതിയും, അത് 3 സാത്വികമാണ്. പിന്നെ ഇപ്പോൾ രജോ ഗുണ ആസ്പെക്റ്റ് എടുത്തിട്ട് ഒരു കർമ്മം ചെയ്യാനായിട്ട് ഇപ്പോൾ മഹാരാജനെ കൊല്ലാനായിട്ട് മഹാലക്ഷ്മി രൂപത്തിൽ വരണത് രാജസ്വരൂപിണിയാണ് കേട്ടോ. ആ ഭഗവതിക്ക് നമസ്കാരം. പിന്നെ താമസം, അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മളെ സംഹാരരുദ്രൻ്റെ ശക്തിയായിട്ടുള്ളത് താമസരൂപിണിയാണ്. അപ്പോൾ അതാണ് ഇവിടെ 3 പറഞ്ഞത്. പിന്നെ ഇതുപോലെ തന്നെ ഈ 3 ഒരുപോലെയുള്ള സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും അത് മുമ്പ് പറഞ്ഞത് തന്നെ. ആ മൂലപ്രകൃതിക്ക് നമസ്കാരം, പിന്നെ നിർഗുണ, അതെല്ലാറ്റിലും ഉണ്ട്. മൂലപ്രകൃതിക്ക് നമസ്കാരം എന്നും പ്രകൃതിക്ക്, ആ മൂലപ്രകൃതിക്ക് നമസ്കാരം എന്നും പിന്നെ ചിദ്രൂപിണിന്നോ നമ്മൾ എന്താ പറയുക ഗുണാതീതയായിട്ടുള്ള ദേവിന്നോ ഒക്കെ പറയാം, അല്ലെങ്കിൽ നിർഗുണസ്വരൂപിണിന്നോ ചിദ്രൂപിണിന്നോ എന്താ വെച്ചാൽ പറയാം. അപ്പോൾ അവസാനത്തെ 2 നമോ നമ എല്ലാ പ്രാവശ്യവും നമുക്ക് പറയണ്ട. അത് എപ്പോഴും ഈ മൂലപ്രകൃതിക്കും നിർഗുണ സ്വരൂപിണിക്കാണ് കേട്ടോ. പക്ഷേ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ സാത്വിക സ്വരൂപിണി ദേവിക്ക്, അതായത് നമുക്ക് ഉദാഹരണം ശ്രീ ഭഗവതി, ശ്രീ പാർവതി, ശ്രീ സരസ്വതി.
പിന്നെ മഹാലക്ഷ്മി നമ്മളിപ്പോൾ കണ്ടില്ലേ, രജോ ഗുണം എടുത്തത്, ആ മഹാലക്ഷ്മി രജോ ഗുണസ്വരൂപിണി. പിന്നെ ഇപ്പോൾ കാളിയാണെങ്കിൽ തമോ ഗുണസ്വരൂപിണിയാണ്, അല്ലെങ്കിൽ സംഹാരരുദ്രൻ്റെ ശക്തിയായിട്ട് വാഴുമ്പോഴും തമോ ഗുണസ്വരൂപിണിയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ദേവിക്കാണെങ്കിലും ആ 3 ദേവിക്ക് നമസ്കാരം. പിന്നെ മൂലപ്രകൃതിക്ക് നമസ്കാരം, ചിദ്രൂപിണിക്ക് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. അപ്പം 5 നമയ്ക്ക് നല്ല അർത്ഥമുണ്ട് കേട്ടോ. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിലും സർവ്വജീവജാലങ്ങളുടെ ഉള്ളിലും ബുദ്ധിരൂപേണ ഇരിക്കുന്ന ദേവിക്ക് നമസ്കാരം. എന്നാൽ ഇനി ബുദ്ധി എന്താ? 3 തരത്തിലുണ്ട്. എന്താ അറിയോ? ഈ സാത്വിക ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നല്ല ശാസ്ത്രങ്ങളും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പിരിച്വലായിട്ടുള്ളൊക്കെ വായിക്കുക, അതിലറിവുണ്ടാവാൻ ആഗ്രഹം ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈശ്വര സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനെ അടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യണതൊക്കെ സാത്വിക ബുദ്ധിയാണ്. പിന്നെ ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു സ്കില്ല്, ഇപ്പം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ സ്കില്ലൊക്കെ വേണമല്ലോ. അപ്പോൾ ഒരു കെമിസ്ട്രി പഠിച്ചാൽ കെമിസ്റ്റ് ആവാം അല്ലേ. ഇപ്പോൾ ഡോക്ടർമാർക്ക് ഡോക്ടർ ആവാനുള്ള ബയോളജിയോ അനാട്ടമിയോ ഒക്കെ പഠിച്ചാൽ അവർക്ക് ഡോക്ടറാവാം. അങ്ങനെ സ്കില്ലുണ്ടാവുമല്ലോ. ഇപ്പോൾ എഞ്ചിനീയറിങ് പഠിച്ചാൽ എഞ്ചിനീയർ. അങ്ങനത്തെ സ്കില്ലിന് വേണ്ട ബുദ്ധിയാണ് അത്ര രാജസബുദ്ധി. പിന്നെ എന്താണ് വേറൊരു ബുദ്ധി? എന്താ? ബാക്കിയുള്ളവരെ ചതിക്കുക, സ്വാർത്ഥം, ചതി, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിയാണ് താമസ ബുദ്ധി. ഒക്കെ ദേവി തന്നെയാണല്ലോ, എല്ലാം ദേവി തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ 5 പ്രാവശ്യം നമസ്കരിക്കണേ? ചില ആദ്യം പറഞ്ഞു എല്ലാവരുടെ ഉള്ളിലും ബുദ്ധിസ്വരൂപിണിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ആ ബുദ്ധിയിൽ തന്നെ പലതും ഉണ്ട്. ഏതൊക്കെയാണ്? സാത്വിക ബുദ്ധി സ്വരൂപിണിക്ക് നമസ്കാരം. അതായത് നല്ല സാത്വികന്മാരുടെ ഉള്ളിൽ ബുദ്ധിസ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. പിന്നെ നല്ല സ്കിൽഡായിട്ടുള്ള പല വർക്കേഴ്സും പല ഫീൽഡിലും വളരെ കേവന്മാരുണ്ടല്ലോ, അവരുടെ ഉള്ളിൽ രാജസസ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. പിന്നെ വഞ്ചകന്മാരും കള്ളന്മാരും അവരുടെ ഉള്ളിൽ തമോ ഗുണസ്വരൂപിണിയായിരിക്കുന്ന ദേവിക്കും നമസ്കാരം. അപ്പോൾ 3 കഴിഞ്ഞില്ലേ? പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മൂലപ്രകൃതി, ഇതൊക്കെ ഈക്വലായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഉള്ളിലിരിക്കുന്ന ദേവിക്കും നമസ്കാരം. പിന്നെ നിർഗുണ സ്വരൂപിണിയായിട്ടുള്ള ദേവിക്കും നമസ്കാരം. നമ്മളിത് ചെല്ലുമ്പോഴൊന്നും ബുദ്ധിരൂപേണ സംസ്ഥ നമ്മൾ നല്ല ബുദ്ധി മാത്രമേ ആലോചിക്കാറുള്ളൂ അല്ലേ. ഞാനെപ്പോഴും അത്ര ആലോചിക്കാറുണ്ടായിരുന്നുള്ളൂ ഇത് വിസ്തരിച്ച് വായിക്കാൻ തുടങ്ങണ വരെ. ഇപ്പോഴല്ല, ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ വായിച്ചു, അപ്പം എനിക്ക് മനസ്സിലായി. പക്ഷേ അതുവരെ ഒരിക്കലും ബുദ്ധിരൂപേണ സംശയം നല്ല ബുദ്ധിയായിട്ട് നമ്മളുള്ള എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെയുണ്ട് ശരിക്കും. അതാണ് ഈ 5 നമസ്തസേ. അപ്പോൾ ആദ്യത്തെ 3 അതാണ് അർത്ഥം. ബുദ്ധിരൂപീനായിട്ട് ഭഗവതിക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഭഗവതിയുടെ നിന്ദിനുവടിയുടെ സാത്വികന്മാരുടെ ഉള്ളിൽ എങ്ങനെ സാത്വിക സ്വരൂപിണിയായിരിക്കണോ ഭഗവതി, ആ ഭഗവതിക്ക് നമസ്കാരം. ഈ വളരെ കേവന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ സ്കിൽ എന്തെങ്കിലുമുള്ള ആൾക്കാരുടെ ഉള്ളിൽ എങ്ങനെ രാജസ്വരൂപിണിയായിരിക്കണു, ആ ദേവിക്ക് നമസ്കാരം. പിന്നെ വഞ്ചകന്മാരുടെ ഉള്ളിൽ അവരെ നമസ്കരിക്കേണ്ട. വഞ്ചകന്മാരുടെയും ചതിയന്മാരുടെയും പിന്നെ ദുർമോഹികളുടെയും ദുരുള്ളവരുടെയൊക്കെ ഉള്ളിൽ താമസ സ്വരൂപിണിയായിട്ട് താമസിക്കണം, ആ ദേവിക്ക് നമസ്കരിക്കണം. പിന്നെ ഇത് 3 ഈക്വലായിട്ടുള്ള അവസ്ഥ. അതാണല്ലോ മൂലപ്രകൃതി ഗുണങ്ങൾ. അങ്ങനെയുള്ള ഗുണസ്വരൂപിണിയായിട്ട് മൂലപ്രകൃതിക്ക് നമസ്കാരം. പിന്നെ നിർഗുണസ്വരൂപിണിക്കും ചിദ്രൂപിണിക്കും നമസ്കാരം. അതാണ് അത് പറഞ്ഞത്. ഇനി അപ്പം അത് ബുദ്ധിരൂപേണ വായിച്ചിട്ട് പിന്നെ അടുത്തേക്ക് പോവാം. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമോ നമ. യാ ദേവി സർവഭൂതേഷു സൃഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമോ നമ. അപ്പോൾ എല്ലാവരുടെ അതായത് എല്ലാ ഭൂതങ്ങളുടെയും സൃഷ്ടിസ്വരൂപിണിയായിട്ട് ഇരിക്കുന്ന ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. അതായത് സകല ചരാചരങ്ങളിലും സൃഷ്ടിരൂപേണ വർത്തിക്കണ്ടല്ലേ. എല്ലാവർക്കും
സൃഷ്ടി വർദ്ധിക്കുന്നുണ്ടല്ലോ. ഏതൊക്കെ സ്പീഷീസ് ഉണ്ട് ആ സ്പീഷീസിലൊക്കെ വർദ്ധിക്കുന്നുണ്ട് സൃഷ്ടി. അതിൽ സൃഷ്ടി സ്വരൂപിണിയായിട്ടെന്ന് പറഞ്ഞു. എന്നിട്ടോ സൃഷ്ടി 3 വിധമുണ്ട്, അതും 3 വിധമുണ്ട്. അതാണ് 3 തസ്സൈ നമോ. അതായത് ഒന്ന് സാത്വിക സൃഷ്ടി, അതാണ് ദേവന്മാർ അല്ലെങ്കിൽ വളരെ സാത്വികന്മാർ, ദേവന്മാരെ പോലുള്ള ആളുകൾ ഒക്കെയാണ് സാത്വിക സൃഷ്ടി. പിന്നെയോ മോസ്റ്റ് ഓഫ് ദ മനുഷ്യന്മാരൊക്കെ ശരിക്ക് രജോ ഗുണ സൃഷ്ടിയാണ്. കാരണം ബ്രഹ്മാവ് രജോ ഗുണം പിന്നെ സ്വീകരിച്ചിട്ടല്ലേ സൃഷ്ടിയൊക്കെ നടത്തുന്നത്. അപ്പം നമ്മളൊക്കെ ദേവന്മാർ മാത്രമേ സാത്വിക സൃഷ്ടി ഉള്ളൂ, ബാക്കി എല്ലാവരും. അപ്പം നമ്മളൊക്കെ മനുഷ്യന്മാരൊക്കെ രജോ ഗുണ സൃഷ്ടിയാണ്. പിന്നെയോ അതായത് പിന്നുള്ളത് എന്താ അറിയോ, ഇതിൽ തമോ ഗുണ സൃഷ്ടി ഏതാ അറിയോ, ഈ ഇളകാത്ത സ്ഥാവരം, അതായത് പർവ്വതം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈവൻ മരങ്ങളൊക്കെ എന്ന് പറയാൻ വേണമെങ്കിൽ അവർക്ക് വളർച്ച ഉണ്ട്, പക്ഷെ എന്നാലും മൂവിങ് ഒന്നുമില്ലല്ലോ, നിൽക്കുകയല്ലേ ഒരു ദിക്കിൽ. അപ്പോൾ ഈ സ്ഥാവരമായിട്ടുള്ള കാര്യങ്ങളെ സൃഷ്ടിക്കണതാണത്രേ തമോ ഗുണ സൃഷ്ടി. അങ്ങനെ 3 സൃഷ്ടിയാണ് പറയണത് കേട്ടോ. അതായത് ദേവന്മാരെ പോലെ അല്ലെങ്കിൽ ദിവ്യന്മാരെ സൃഷ്ടിക്കുന്നത് സാത്വിക സൃഷ്ടി, സാധാരണ മനുഷ്യന്മാരെയും ബാക്കി മൃഗങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത് രജോ ഗുണ സൃഷ്ടി. പിന്നെ ഈ സ്ഥാവരങ്ങളായിട്ടുള്ള മൂവ് ചെയ്യാത്ത പർവ്വതങ്ങൾ, കല്ലുകൾ, വൃക്ഷങ്ങൾ, അതിനെയൊക്കെ സൃഷ്ടിക്കുന്നത് തമോ ഗുണ സൃഷ്ടി. അപ്പം നമസ്തസ്യൈ 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 3 കഴിഞ്ഞല്ലോ അല്ലേ. അതായത് നിന്തിരുവടിയുടെ സാത്വിക സൃഷ്ടി, നിന്തിരുവടിയുടെ തന്നെ സാത്വിക സൃഷ്ടിശക്തിക്ക് നമസ്കാരം, നിന്തിരുവടിയുടെ രാജസ സൃഷ്ടി ശക്തിക്ക് നമസ്കാരം, നിന്തിരുവടിയുടെ തമോ ഗുണ സൃഷ്ടി ശക്തിക്ക് നമസ്കാരം. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ മൂലപ്രകൃതിക്ക് നമസ്കാരം, ചിദ്രൂപിണിക്ക് നമസ്കാരം. അതായത് ഇതൊക്കെ സമനിലയിലായതും അതിന് മീതുള്ളതെന്ന് അതെല്ലാറ്റിലും ഉണ്ട്. അപ്പോൾ യാ ദേവി സർവഭൂതേഷു സൃഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. അതായത് എന്താ വെച്ചിട്ടുണ്ടോ, ഇത് നമ്മൾ ദേവന്മാരാവും എപ്പോഴാത്ര വെച്ചിട്ടുണ്ടോ, പുണ്യം ഒരുപാട് ചെയ്താൽ പാപം തീരെ ഇല്ലെങ്കിൽ അത്രേ നമ്മൾ ദേവന്മാരായി ജനിക്കുക. പാപവും പുണ്യവും അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പാപവും പുണ്യവും ഒപ്പാണെങ്കിൽ എന്താവും, മനുഷ്യരാവും. പിന്നെയോ പാപം മാത്രമേ ഉള്ളൂ വെച്ചാൽ മൃഗങ്ങളും ഈ വൃക്ഷങ്ങളൊക്കെ ആവും അത്രേ. അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും അത് പോട്ടെ, ഏതായാലും നമുക്കതറിയണ്ട. നമുക്ക് 3 രൂപത്തിലും സാത്വിക സൃഷ്ടി സ്വരൂപിണിയും രജോ ഗുണ സൃഷ്ടി സ്വരൂപിണിയും തമോ ഗുണ സൃഷ്ടി സ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞെന്ന് മാത്രം. ദേവന്മാർ സാത്വിക സൃഷ്ടി, മനുഷ്യന്മാർ രജോ ഗുണ സൃഷ്ടി, മറ്റേ ഈ ഇളകാത്ത മരങ്ങളും ഇതൊക്കെ തമോ ഗുണ സൃഷ്ടി. ഓക്കെ. ഇനി 23 യാ ദേവി സർവഭൂതേഷു സ്ഥിതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. അതായത് എല്ലാ ഭൂതങ്ങളിലും സ്ഥിതിരൂപേണ വർത്തിക്കുന്ന ദേവിക്ക് നമസ്കാരം. സ്ഥിതിയുണ്ട് 3 വിധം. എന്താ അറിയോ അത്? അതായത് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാണ്ട് ആരാണ് സ്ഥിതി പരിപാലനം നടത്തുന്നത്? അത് സാത്വികമായിട്ടുള്ള പരിപാലനമാണ്. സാത്വിക സ്ഥിതിയാണ്. സ്ഥിതി പറഞ്ഞു വെച്ചാൽ എന്താ, പരിപാലിക്കുകയാണല്ലോ. അപ്പോൾ വിഷ്ണു സൃഷ്ടി കഴിഞ്ഞാൽ സ്ഥിതി പരിപാലനം വിഷ്ണു അല്ലേ, അതുപോലെ. അപ്പോൾ സാത്വികമായിട്ട് ആരെയും ഉപദ്രവിക്കാതെയും ആർക്കും ഒരു പീഡ വരുത്താതെ ആരാണ് പരിപാലനം നടത്തുന്നത്? അതാണ് സാത്വിക പരിപാലനം. ആ സാത്വിക പരിപാലനം ചെയ്യുന്നവരുടെ ഉള്ളിലത്തെ ശക്തിയായി വാഴുന്ന ദേവിക്ക് നമസ്കാരം. പിന്നെ അതായത് സാത്വികമായ ആ സ്ഥിതി രൂപിണിക്ക് നമസ്കാരം. അതായത് അങ്ങനെയുള്ളവരുടെ ഉള്ളിലത്തെ ശക്തിയായിട്ട് വർത്തിക്കണം എന്ന് തന്നെയാട്ടോ അർത്ഥം. പിന്നെ അതായത് ശിക്ഷ വേണ്ടവരെ ശിക്ഷിക്കും, അല്ലാത്തവരെ ശിക്ഷിക്കില്ല. അങ്ങനെ പിന്നെ ഒരു രാജാവിനെ പോലെ, രാജാവിനിപ്പോൾ എല്ലാവരെയും ഉപദ്രവിക്കരുതെന്ന് വിചാരിച്ച് പറ്റില്ല, ദുഷ്ടന്മാരെയൊക്കെ ശിക്ഷിക്കണമല്ലോ. അപ്പം അങ്ങനെ ദുഷ്ടന്മാരെ മാത്രം ശിക്ഷിക്കുകയും ശിഷ്ടന്മാരെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യണ്ടല്ലോ. അതാണ് ഈ രാജസസ്ഥിരൂപിണി. അതാണ്. മറ്റത് ആരെയും ഉപദ്രവിക്കില്ല, അത് സാത്വിക സ്ഥിതി സ്വരൂപിണി.
ഇത് രാജസ സ്വരൂപിണി, ഇപ്പോൾ രാജാക്കന്മാരൊക്കെ കേട്ടോ. അപ്പോൾ അവരുടെ ഉള്ളിലത്തെ രാജസ സ്ഥിതി രൂപിണിക്ക് നമസ്കാരം. പിന്നെയോ അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയും പോയി വെറുതെ കൊല്ലൊക്കെ ചെയ്തിട്ട് അങ്ങനെയും ആൾക്കാരുണ്ടല്ലോ, ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ തമോ ഗുണസ്വരൂപിണിയായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ ശക്തിയായിട്ട് ആരാ വാഴണത്? തമോ ഗുണസ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ്. അപ്പോൾ ഇവിടെ പറയണത് എന്താ വെച്ചാൽ, ഭഗവതിയുടെ സാത്വികമായ ആ സ്ഥിതിരൂപിണിക്ക് നമസ്കാരം, രാജസമായ സ്ഥിതിരൂപിണിക്ക് നമസ്കാരം. നല്ല രാജാക്കന്മാരൊക്കെ എങ്ങനെയാണല്ലേ, നല്ല രാജാക്കന്മാരുടെ ഉള്ളിലൊക്കെ ഭഗവതി രാജസ്വരൂപിണി തന്നെയാണ് കേട്ടോ. ദുഷ്ടന്മാരെ ശിക്ഷിക്കുക, ശിഷ്ടന്മാരെ രക്ഷിക്കുക, അങ്ങനെ ആരെ ഉപദ്രവിക്കാത്തവരെയാണ് സാത്വിക സ്വരൂപിണി. പിന്നെ എത്ര നല്ലതോ ചീത്തയെന്ന് ചോദ്യമില്ല. അവനവൻ്റെ ഇഷ്ടം പോലെ കൊല്ലുക, പരിപാലിക്കുക തന്നെ പറയാൻ പറ്റില്ല. അവനവൻ്റെ ഇഷ്ടം പോലെ രാജ്യം കൊണ്ട് നടക്കുക, അങ്ങനെയുള്ളവരുടെ ഉള്ളിലും ദേവിയുടെ ശക്തി തന്നെയാണല്ലോ. പക്ഷെ തമോ ഗുണസ്വരൂപിണിയായിട്ടാണ് അവരുടെ ഉള്ളിലത്തെ ശക്തി. അങ്ങനത്തെ 3 ശക്തിക്കും നമസ്കാരം. പിന്നെ ഓഫ് കോഴ്സ് പ്രകൃതി സ്വരൂപിണിക്കും ചിദ്രൂപിണിക്കും അല്ലെങ്കിൽ ഗുണാതീതയായ ദേവിക്കും നമസ്കാരം. അതാണ് സ്ഥിതി. സ്ഥിതി പറഞ്ഞു വെച്ചാൽ പരിപാലനമാണല്ലോ. സൃഷ്ടി കഴിഞ്ഞിട്ട് സ്ഥിതി, പിന്നെയാണല്ലോ സംഹാരം. പിന്നെ യാദേവി സർവഭൂതേഷു സ്ഥിതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ഇനി യാദേവി സർവഭൂതേഷു ധൃതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. അതായത് സർവഭൂതങ്ങളിലും ധൃതിരൂപേണ വാഴുന്ന ദേവിക്ക് നമസ്കാരം. ധൃതി പറഞ്ഞാൽ എന്താ അറിയോ? ഈ എന്താണ്, വിശുപ്പും നമ്മുടെ പ്രകൃതിയിലുള്ള ഈ എന്താ പറയുക, റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ആഗ്രഹങ്ങളും നിങ്ങളെ ജയിക്കുന്നവരെയാണ് ധൃതി ഉണ്ടെന്ന് പറയുക കേട്ടോ. ധൃതിയുള്ളവർക്ക് വിശുപ്പിനെയും, അതായത് നമ്മുടെ വയറിനെയും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനെയും ജയിക്കാൻ സാധിക്കും. അതായത് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും ജയിക്കാൻ പ്രയാസമുള്ളത് നാവും ജനനേന്ദ്രിയമാണത്രേ. അപ്പോൾ ഇതിനെന്താ ധൃതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചാൽ, നാവിനെയും ഈ നമ്മുടെ ജനനേന്ദ്രിയത്തിനെയും ജയിക്കലാണത്രേ ധൃതി. ആ ധൃതി തന്നെ 3 വിധത്തിലുണ്ടെന്ന്. അതായത് ഒന്ന് കംപ്ലീറ്റ്ലി അതിനെ ജയിച്ച ആൾ, അവരാണ് സാത്വിക ധൃതി. പിന്നെ അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ സാത്വിക സ്വരൂപിണിയായിട്ടിരിക്കണ ദേവിക്ക് നമസ്കാരം. പിന്നെ ലോകാപവാദത്തിനൊക്കെ ഭയന്നിട്ട്, അതായത് ആളുകൾ എന്താ പറയുക എന്ന് വിചാരിച്ചിട്ട് അതിനെ അനാവശ്യ സമയത്ത് ഉപയോഗിക്കില്ല, അതിനുള്ള നിയന്ത്രണം ഉണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരെന്താ പറയുകയെന്നെങ്കിലും വിചാരിച്ചിട്ട് ജനനേന്ദ്രിയത്തിനെയും ഉദരത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള ശക്തിയുള്ളവർ, അവരുടെ ഉള്ളിലത്തെ ശക്തിയാണ് രാജസമായിട്ടുള്ള ധൃതി. പിന്നെ പേടിച്ചിട്ട് മാത്രം, അതായത് ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചിട്ട്, അല്ലാണ്ട് അവനവൻ്റെ മനസ്സിന് അങ്ങനെ ചെയ്യരുതെന്ന് ഒട്ടും ഉണ്ടായിട്ടല്ല. മറ്റേ രാജസത്തിൽ അവനവനും ചെയ്യരുതെന്നുണ്ടേ, പക്ഷെ വിഷമമുണ്ട്. അപ്പോൾ സൊസൈറ്റിയൊക്കെ നല്ലോണം മാനിക്കുന്നുണ്ട് രാജസ ധൃതി. മറ്റത് ഈ തമോ ഗുണധൃതി എന്താണ്, ഒന്നിനെയും കൂസണില്ല, ഒറ്റ കാര്യമുള്ളൂ, വല്ലവരും കൊല്ലൊരു ചെയ്താലോ എന്ന് പേടിച്ചിട്ട്. അതായത് ആരും കാണാതെ എന്തും ചെയ്യും. അതാണ്, ആരും കാണാതെ ജനനേന്ദ്രിയത്തിന് ഉപയോഗിക്കും, കാണാതെ കട്ട് തിന്നച്ചാൽ വയറിനെയും നിറയ്ക്കും, ബാക്കിയുള്ളവർ കാണുമെന്ന് അല്ലെങ്കിൽ ഭയം കൊണ്ട് മാത്രം ചെയ്യാണ്ടിരിക്കുകയുള്ളൂ. അതാണത്രേ താമസധൃതി. അങ്ങനെ 3 തരം ധൃതി ഉണ്ടെന്ന്. അവിടെയാണ് നമസ്തസ്യൈ 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 എന്ന് പറഞ്ഞത്. ഒന്ന് സാത്വിക ധൃതി, അവനവൻ തന്നെ ബൈ പ്രിൻസിപ്പിൾസ് ഞാൻ അതിനെ ഉദരത്തിനെയും ജനനേന്ദ്രിയത്തിനെയും അടക്കും എന്നുള്ള വിചാരമുള്ള ആൾ, അയാളുടെ ശക്തിയാണ് ഭഗവതി. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യരുത്, സമുദായത്തിനെങ്കിലും ഞാൻ ബഹുമാനിക്കണം, അത് തെറ്റാണെന്നൊക്കെ ഉണ്ട്. അങ്ങനെ സമുദായത്തിനെ ബഹുമാനിച്ച് ചീത്ത അതായത്
ലോകാപവാദത്തിനൊക്കെ നല്ലോണം ഭയന്ന, അപ്പം ധർമ്മിഷ്ഠൻ തന്നെയാണ്. അങ്ങനെ ജനനേന്ദ്രിയത്തിനെയും ഉദരത്തിനെയും പിന്നെ ജയിച്ച ആളാണ് രാജസധൃതി. പേടി കൊണ്ട് മാത്രം ചെയ്യാണ്ടിരിക്കുക. വല്ലവരും എന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ യാതൊരു എന്താ പറയുക, കംപ്ലീറ്റ്ലി യാതൊരു മോറൽസും പിന്നെ അങ്ങനെ ചെയ്യരുതെന്നുള്ള വിചാരം ഒന്നുമില്ലാതെ പേടി, വല്ലവരും എന്തെങ്കിലും എന്നെ ചെയ്താലോ എന്നുള്ള പേടി കൊണ്ട് മാത്രം അതിനെ കൺട്രോൾ ചെയ്യണവരാണ് രാജസധൃതി. അപ്പോൾ അവരുടെ ഉള്ളിലും ഭഗവതിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സാത്വികധൃതി ഉള്ളിലുള്ളവരുടെ സാത്വികന്മാരുടെ ഉള്ളിലത്തെ ധൃതി നമസ്കരിക്കണു, രാജസന്മാരുടെ ഉള്ളിലെ ധൃതി നമസ്കരിക്കണു, താമസന്മാരുടെ ഉള്ള ധൃതി ഞാൻ നമസ്കരിക്കുന്നു. അതാണ് നമസ്തസേ 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 നമോ നമ എന്ന് 3 പ്രാവശ്യം പറഞ്ഞത്. പിന്നെ ആസ് നമ്മൾ കഴിഞ്ഞിലൊക്കെ പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ സമനിലയിൽ 3 ഗുണമായിട്ടുള്ള മൂലപ്രകൃതിക്ക് നമസ്കാരം, ചിദ്രൂപിണി ഗുണാതീതയായ ദേവിക്ക് നമസ്കാരം. അപ്പോൾ ഞാൻ ഈ 24 കൂടി നമുക്കൊന്ന് ചെയ്തത് നിർത്താട്ടോ. യാ ദേവി സർവഭൂതേഷു ധൃതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. നമ്മൾ ഉപയോഗിക്കുന്ന ധൃതി ബദ്ധപ്പാടിനൊക്കെയാണല്ലോ നമ്മൾ ധൃതി എന്ന് പറയുക. അപ്പോൾ ശരിക്ക് ഇത് നമ്മൾ അർത്ഥം മനസ്സിലാക്കാണ്ടാണ് നമ്മൾ ചെല്ലണം വെച്ചാൽ എല്ലാവരുടെയും ബദ്ധപ്പാട് രൂപത്തിലുള്ള ദേവി എന്ന് ഓഫ്കോഴ്സ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പക്ഷേ ഒന്നുമല്ല അർത്ഥം ധൃതിക്ക്. ധൃതി എന്ന് പറഞ്ഞു വെച്ചാൽ ഉദരത്തിനെയും പിന്നെ ജനനേന്ദ്രിയത്തിനെയും ജയിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എത്ര വ്യത്യാസം ഒന്നുമല്ലേ അർത്ഥം. ഏതായാലും അപ്പോൾ അത് നമുക്ക് ഇന്നിവിടെ നിർത്താം കേട്ടോ. അപ്പോൾ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.